Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മളുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയുമാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ പൊടിച്ചെടുത്ത് അതിൻ്റെ പാലൊക്കെ വെറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് സ്വീറ്റ്സിന് മാത്രമല്ല, ഞാൻ കറിക്ക് പോലും ഇത് ഉപയോഗിക്കാറുണ്ട്. സാമ്പാറിനായാലും ചിക്കൻ കറിക്കായാലും അതുപോലെ തന്നെ ഫിഷ് കറിക്കൊക്കെ. അങ്ങനെ യാതൊരുവിധ ടേസ്റ്റ് മാറ്റവും എനിക്ക് തോന്നാറില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിങ്ങനെ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു പകുതി ചിരട്ടയിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയെടുക്കണം. ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കണം. അതിങ്ങനെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസായിട്ട് നമുക്ക് ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എല്ലാം ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തുള്ള ബ്ലാക്ക് കളറൊന്ന് റിമൂവ് ചെയ്യണം. അത് കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പീലർ ഉപയോഗിച്ചോ നമുക്ക് കളഞ്ഞെടുക്കാം. ഞാനിവിടെ തേങ്ങയുടെ അടിഭാഗത്തുള്ള ബ്ലാക്ക് കളറൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പൊടികളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കളയാനായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു കിച്ചൺ ടവലിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പറ്റില്ല. ഒന്നിങ്ങനെ അതിലേക്കിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് ചെറിയ സിമ്മിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായിട്ട് വെറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇത് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലെ തേങ്ങാപ്പാലൊക്കെ വെറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ക്രിസ്പി ആയില്ല. ഈ സമയത്തൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലുള്ള ചെറിയ ചെറിയ പീസസ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടാനായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു ഇതിലേക്ക് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടും. ക്രിസ്പിയായി വരാൻ തുടങ്ങിയാൽ പിന്നെ കൂടുതൽ ടൈം അങ്ങ് ചൂടാക്കരുത്. അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിപ്പോവും. അപ്പോൾ അതിന് മുന്നേ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇവിടെ കോക്കനട്ട് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബോക്സിലിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.